തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞതിന് എതിരായ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പൗരന്മാരുടെ ദുരവസ്ഥയിലാണ് കോടതിക്ക് ആശങ്കയെന്നും വിലയിരുത്തി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ നിരീക്ഷണങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ? വിവരങ്ങൾ എന്തൊക്കെയാണ് അച്യുതൻ? സുപ്രീം കോടതി ഈ വിഷയത്തിൽ വാദം കേട്ട സമയത്ത് ഉന്നയിച്ച ആ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ റോഡുകളുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ആ ഇടക്കാല ഉത്തരവിൽ ഇടപെടാനില്ല എന്ന് സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ അറിയിക്കുന്നത്. പൗരന്മാരുടെ ദുരവസ്ഥയിലാണ് തങ്ങൾക്ക് ആശങ്ക എന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഗട്ടറുകളിലും കുഴികളിലും പണം നൽകാതെ സഞ്ചരിക്കാനാകണം. കാര്യക്ഷമതയില്ലായ്മയുടെ പ്രതീകമാണ് റോഡിലെ ഗട്ടറുകൾ എന്ന വിമർശനം കൂടി ഈ ഉത്തരവിൽ ദേശീയപാത അതോറിറ്റിക്കും പ്രധാന കരാർ കമ്പനിക്കുമെതിരെ സുപ്രീം കോടതി ഉന്നയിക്കുന്നുണ്ട്. PST എഞ്ചിനീയറിംഗ് ഉപകരാർ കമ്പനിയെ കേസിൽ ഹൈക്കോടതി കക്ഷി ചേർക്കണം എന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. 5 കിലോമീറ്ററാണ് പ്രശ്നമെങ്കിലും ഇത് മൊത്തം, അതായത് ആകെ 65 കിലോമീറ്ററിൽ 5 കിലോമീറ്ററാണ് പ്രശ്നമെങ്കിൽ കൂടിയും ബാക്കിയുള്ള 60 കിലോമീറ്റർ ഗതാഗതത്തെയും ഈ 5 കിലോമീറ്ററിലെ പ്രശ്നം ബാധിക്കുന്നു എന്നുകൂടി സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇല്ലാത്തതും ഗട്ടറുള്ളതുമായ റോഡുകൾക്ക് പൗരന്മാർ ടോൾ നൽകേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഉത്തരവിൽ തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത്. കാരണം പൗരന്മാർ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമായി റോഡുകളിൽ നിരത്തുകളിൽ വാഹനം ഇറക്കുന്നതിന് പൊതുവെ നികുതി നൽകുന്നുണ്ട്. അതിന് പുറമെ ഇത്തരം ഗട്ടർ നിറഞ്ഞ റോഡുകൾക്ക് അധിക പണം നൽകേണ്ടതില്ല എന്ന സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കൂടി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഉത്തരവിലൂടെ പ്രകടമാക്കുന്നു. ഒപ്പം തന്നെ ഈ ഇടത്തെ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഹൈക്കോടതി നിരീക്ഷണം തുടരണമെന്നും കൂടി സുപ്രീം കോടതി അറിയിക്കുന്നു. അതായത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഹർജി തള്ളിക്കൊണ്ട് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി അറിയിച്ചിരുന്നത് വെറും 5 കിലോമീറ്ററിലാണ് പ്രശ്നമെന്ന്. എന്നാൽ പ്രധാന കരാർ കമ്പനി കൈയൊഴിയുന്ന തരത്തിലേക്കാണ്, അവർക്ക് ഉത്തരവാദിത്വമില്ല എന്ന തരത്തിലാണ് കോടതിയിൽ വാദം ഉന്നയിച്ചത്. ഉപകരാർ നൽകിയ PST കമ്പനിക്കാണ് ഇനിയുള്ള ഉത്തരവാദിത്തങ്ങൾ. അവരാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഉപകരാർ ഏറ്റെടുത്തിട്ടുള്ളത് എന്നതൊക്കെയായിരുന്നു പ്രധാന കരാർ കമ്പനിയുടെ വാദങ്ങൾ. എന്നാലും സുപ്രീം കോടതി ഉന്നയിച്ച വിമർശനങ്ങൾ, അതായത് റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ്, അതായത് 1 മണിക്കൂർ കൊണ്ട് പിന്നിടേണ്ട ദൂരം 12 മണിക്കൂറെടുത്ത് പിന്നിടേണ്ട ഗതികേടിലാണ് യാത്രക്കാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയാണ് നിരീക്ഷിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ മലയാളിയായ വിനോദ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജഡ്ജിമാരുണ്ടായിരുന്നു. അവർ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്ന ഇടം കൂടിയാണ് എന്നതും ഈ കേസിൽ നിർണായകമായി എന്നതാണ്. കാരണം ജഡ്ജിമാർക്ക് തന്നെ ആ ഇടത്തെ അവസ്ഥ എന്താണെന്നുള്ളത് സ്വയം മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉത്തരവ് കൂടി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആർ അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.